നമസ്കാരം കൂട്ടുകാരെ, 2023 പുറത്തിറങ്ങിയ അതിഗംഭീര ചലച്ചിത്രം സീ യു ഓൺ വീനസിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് കൈൽ എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കൈലെന്ന് ഏറെ ദൂരം ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഓടി വീട്ടിലേക്ക് എത്തിയവൻ നേരെ പൂളിലേക്ക് എടുത്തു ചാടി. തന്നെ പിന്തുടരുന്ന ട്രോമയിൽ നിന്നും ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാനാണ് അവൻ ഓടിയതെങ്കിലും പൂളിനകത്തേക്ക് എടുത്തു ചാടിയതും കടന്നുപോയ കാലത്തിന്റെ ദുഷിച്ച ഓർമ്മകളും ചിന്തകളും അവന്റെ ഉള്ളിലെ കാഴത്തിൽ വീണ്ടും വേരൂന്നാൻ ആരംഭിച്ചു. വല്ലാത്തൊരവസ്ഥയിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടിയിൽ കിടന്ന് അവൻ അലറി വിളിച്ചു. ഇതേ സമയം മറുവശത്ത് മിയ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. 18 വയസ്സുകാരി മിയ അനാഥയായിരുന്നു. ഓർഫനേജിലാണ് അവൾ താമസിക്കുന്നത്. എഴുന്നേറ്റപാടെ മിയ പതിവ് പോലെ തന്റെ മെഡിസിൻ എടുത്തു കഴിച്ചു. ശേഷം ഓർഫനേജിലെ കൊച്ചുകുട്ടികളെ അടക്കം ഓരോരുത്തരെയും വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ജോലിയിലേക്ക് അവൾ തിരിഞ്ഞു. മിയ ഇനി പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. വൈകാതെ മിയയുടെ ബർത്ത്ഡേയും വരാനിരിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റിയിലേക്ക് മിയ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ വെച്ച് നല്ലൊരു ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ നടത്തണം എന്നവിടുത്തെ ഡയറക്ടർ മിയയോട് സംസാരിച്ചു. മിയ ഡയറക്ടറോട് നന്ദി പറയുകയും ലൈബ്രറിയിൽ നിന്ന് തനിക്കൊരു ബുക്ക് വാങ്ങണമെന്നും അതിനായി $20 തരാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ ഡയറക്ടർ അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ലൈബ്രറിയിൽ പോവുകയാണ് എന്ന് ഡയറക്ടറോട് മിയ കളവ് പറഞ്ഞതായിരുന്നു. മിയ അവിടെ നിന്ന് പോയത് നേരെ ഒറ്റപ്പെട്ട പാർക്ക് പോലുള്ള ഒരിടത്തേക്കാണ്. അവിടെ തന്റെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാനും ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാനും ആസ്വദിക്കാനുമൊക്കെ മിയ ആരംഭിച്ചു. മറുവശത്ത് കൈലാകട്ടെ പതിവ് പോലെ വീട്ടിലെ മുറിയിൽ അടച്ചിരിക്കുകയായിരുന്നു. പല ട്രോമകളും അവനെ ഡിപ്രഷനിലേക്കും മറ്റും തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ അങ്ങനിരിക്കെ പെട്ടെന്ന് ഫോണിലേക്ക് സുഹൃത്ത് ജോഷിന്റെ ഒരു മെസ്സേജ് വന്നു. നീ എന്താടാ ഇപ്പൊ എന്നെ കാണാൻ വരാത്തത്? കുറച്ച് നാളായില്ലേ നീ വന്നിട്ട് എന്നായിരുന്നു ജോഷിന്റെ മെസ്സേജ്. കൈലിന് വല്ലായ്മ തോന്നി. ജോഷിനെ കാണാൻ പോകണം എന്ന് തീരുമാനിച്ച് പാരന്റ്സിനോട് പറഞ്ഞവൻ ഇറങ്ങാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഉള്ളിലെ കുറ്റബോധവും വേദനയും കൈലിനെ തേടിയെത്തുന്നുണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. അന്ന് ആ അപകടത്തിൽ കൈലിന്റെ ഒരു സുഹൃത്ത് മരണപ്പെടുകയും ജോഷ് എന്നു പേരുള്ള മറ്റൊരു സുഹൃത്ത് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ കിടപ്പിലാവുകയും ചെയ്തിരുന്നു. ജോഷിനി നടക്കാനേ സാധിക്കില്ല. താനാണ് അതിന് കുറ്റക്കാരൻ എന്നാണ് കൈല് സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അതിന്റെ പേരിൽ തന്നെ കൈല് കുറ്റപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടായിരുന്നു ജോഷ് ആശുപത്രിയിൽ കിടന്നപ്പോഴും ഇപ്പോൾ വീട്ടിലെത്തി റെസ്റ്റിലായിരുന്നിട്ടും അവനെ കാണാൻ പോകുവാൻ കൈല് മടിക്കുന്നത്. വീട്ടിൽ നിന്നിറങ്ങിയ കൈൽ അന്ന് വാഹനമെടുക്കാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറി. പക്ഷേ പഴയ ട്രോമകൾ വണ്ടി എടുക്കുന്നതിൽ നിന്നും അവനെ തടയുകയാണ്. അതോടെ കൈൽ വണ്ടിയിൽ നിന്നിറങ്ങി നേരെ നടക്കാൻ ആരംഭിച്ചു. കൈല് യാത്രയ്ക്കൊടുവിൽ ജോഷിന്റെ വീട്ടിലെത്തി. അവിടെ ഇരുന്ന് ജോഷിനോട് സംസാരിക്കാനും ആരംഭിച്ചു. ആ സമയം ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ നോഹ എന്ന കൂട്ടുകാരനെ പറ്റി ജോഷ് കൈലിനോട് ചോദിക്കുന്നുണ്ട്. അന്ന് നടന്ന അപകടത്തെപ്പറ്റിയും ജോഷ് തിരക്കിയെങ്കിലും കൈലിന് അതിനെപ്പറ്റിയൊന്നും ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. പേടിപ്പെടുത്തുന്ന അപകടത്തിന്റെ ചില ദൃശ്യങ്ങളല്ലാതെ ഒന്നും അവൻ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ജോഷിനോട് യാത്ര പറഞ്ഞ് കൈലിറങ്ങുകയാണ്. ജോഷിന്റെ അമ്മ കൈലിനോട് സംസാരിച്ചു. തന്റെ മകൻ ഇനി എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നേറെ നിരാശയോടെയും ദുഃഖത്തോടെയും ആ അമ്മ പറയുന്നുണ്ട്. ആ സമയം സാധാരണ രീതിയിൽ ആ അമ്മ ഒരു കാര്യം പറഞ്ഞു. നീയും അന്നവർക്കൊപ്പം അതേ കാറിലല്ലേ ഉണ്ടായിരുന്നത്? നിനക്ക് മാത്രം ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ. എനിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നു. അമ്മ ആ വാക്കുകൾ സ്വാഭാവികമായി പറഞ്ഞതാണെങ്കിലും കൈലിന്റെ ഉള്ളിലെ കുറ്റബോധം ആളിക്കത്തിക്കുവാൻ അത് ധാരാളമായിരുന്നു. അല്ലെങ്കിൽ തന്നെ അപകടത്തിന്റെ കാരണം താനാണ് എന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന കൈലിന് അതൊന്നുകൂടി ആത്മഹത്യാ പ്രേരണ ആളിക്കത്തിച്ചു. അതോടെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കുന്നിൻ മുകളിലേക്ക് ചെന്ന് മലഞ്ചെരുവിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുവാൻ കൈല് തീരുമാനിക്കുകയാണ്. മിയ ഉണ്ടായിരുന്ന അതേ മലഞ്ചെരുവിലേക്കായിരുന്നു കൈൽ അതിനായി എത്തിച്ചേർന്നതും. തന്റെ ക്യാമറയിലൂടെ ഫോട്ടോ എടുക്കാൻ നോക്കിക്കൊണ്ടിരുന്ന മിയ ചാടാൻ നിൽക്കുന്ന കൈലിനെ കാണുന്നുണ്ട്. അതോടെ കൈലിനെ രക്ഷപ്പെടുത്താൻ മിയ തീരുമാനിക്കുന്നു. താൻ നിന്നെടുത്തു നിന്ന് മിയ ഒച്ചയുണ്ടാക്കി താഴേക്ക് വീണു. അത് കണ്ട് മിയയെ ഹെൽപ്പ് ചെയ്യാൻ കൈൽ ഓടി മിയയുടെ അടുത്തെത്തി. ആ മലഞ്ചെരുവിൽ നിന്ന് കൈലിനെ അകറ്റാനുള്ള മിയയുടെ തന്ത്രമായിരുന്നു അത്. പിന്നാലെ മിയ കൈലുമായി സംസാരിച്ചു. കൈൽ ആത്മഹത്യ ചെയ്യാൻ എടുത്തു ചാടിയാൽ പിന്നാലെ താനും ചാടും എന്നായിരുന്നു മിയ കൈലിനോട് പറഞ്ഞത്. പിന്നാലെ കൈലുമായി സംസാരിച്ച് ആത്മഹത്യയിൽ നിന്നും മിയ കൈലിനെ പിന്തിരിപ്പിച്ചു. അവന്റെ ഫോൺ നമ്പർ വാങ്ങുകയും അവനുമായി പരിചയപ്പെടുകയും ചെയ്തു. അന്ന് തിരികെ വീട്ടിലേക്കെത്തിയ നോവ കൈലിനെ പരിചയം തോന്നി ചില കാര്യങ്ങൾ പരിശോധിച്ചു. കാർ ആക്സിഡന്റും മരണപ്പെട്ട നോഹയുടെ വാർത്തയുമൊക്കെ അവൾ നോക്കിക്കൊണ്ടിരിക്കെ ആ കൂട്ടത്തിൽ കൈലുമുണ്ടായിരുന്നു എന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞു. അന്ന് അപകടത്തിൽ മരണപ്പെട്ട നോഹ
യാഥാർത്ഥ്യത്തിൽ മിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. കൈൽ കടന്നുപോകുന്ന അവസ്ഥകളെപ്പറ്റി അതോടെ പൂർണ്ണമായും മിയക്ക് മനസ്സിലായി. കൈലിനെ സഹായിക്കണം എന്ന് മിയ തീരുമാനിക്കുകയാണ്. ഓർഫനേജിലെ തന്റെ സഹോദരിയെ പോലുള്ള വ്യക്തിയെ അതോടെ മിയ വിളിച്ചു. എല്ലായിടത്തും വരുന്ന പോലെ തന്റെ അമ്മയായി അഭിനയിക്കാൻ ഒരിടത്തേക്ക് വരണമെന്ന് മിയ ആവശ്യപ്പെട്ടു. അവരും അതിന് സമ്മതിച്ചു. പിറ്റേന്ന് പുലർച്ചെ കൈൽ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ വീട്ടിൽ മിയ ഉണ്ടായിരുന്നു. കൈലിന്റെ പാരന്റ്സിനോട് സംസാരിച്ച് നിൽക്കുകയാണവൾ. കൈലിന്റെ ഗേൾഫ്രണ്ടിനെ പോലെ സംസാരിച്ച് പാരന്റ്സിന്റെ പ്രീതിയൊക്കെ പിടിച്ചുപറ്റി ആക്റ്റീവായിട്ട് നിൽക്കുന്ന മിയെ കണ്ട് കൈൽ ഒരു നിമിഷം ഞെട്ടുന്നുണ്ട്. കൈലിന്റെ അമ്മയോട് മിയ സ്പെയിന് വെക്കേഷന് പോകുമ്പോ കൈലും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാ എന്ന മട്ടിലൊക്കെ സംസാരിച്ചു. കൈലതിനെ എതിർക്കാൻ നോക്കിയെങ്കിലും മിയ കൈലിനെ തടഞ്ഞു. ശേഷം മാറ്റിക്കൊണ്ടുപോയി പറഞ്ഞു, എന്റെ കൂടെ സ്പെയിനിലേക്ക് ടൂർ വരാൻ നിനക്കെന്താ ഇത്ര മടി? എന്റെ കൂടെ വന്നില്ലേ? നീ ആത്മഹത്യ ചെയ്യാൻ പോയ കാര്യം ഞാൻ നിന്റെ പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കും. നിനക്ക് ഞാൻ 2 ദിവസം സമയം തരാം, ആലോചിച്ച് പറഞ്ഞാ മതി. മിയയുടെ പദ്ധതി എന്തായിരുന്നെന്നാൽ കൈലിനെ തന്റെ ഒപ്പം സ്പെയിനിൽ ഒരു ടൂറിന് വിടാൻ, ഒരു വെക്കേഷന് പോവാൻ അനുവദിക്കാൻ കൈലിന്റെ പാരന്റ്സിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്തായാലും ആ കാര്യത്തിൽ മിയ വിജയിക്കുന്നുണ്ട്. കൈലിന്റെ പാരന്റ്സിന് മിയയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ കൈലാകട്ടെ അതിൽ വലിയ തീരുമാനമൊന്നും എടുത്തിരുന്നുമില്ല. മിയക്കൊപ്പം പോവണ്ട എന്ന തീരുമാനമായിരുന്നു അവന്റേത്. പക്ഷേ അന്ന് രാത്രിയിൽ കൈലിന്റെ അച്ഛൻ കൈലിന്റെ അടുത്തെത്തി. കൈലിന്റെ അവസ്ഥ നേരിൽ കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് മകനൊരു മാറ്റം വരണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിയക്കൊപ്പം ആ വെക്കേഷന് പോകുവാൻ കൈലിനെ പാരന്റ്സ് നിർബന്ധിക്കുകയാണ്. അതിനുവേണ്ട സൗകര്യങ്ങളും കൈലിന്റെ പാരന്റ്സ് തന്നെ അവന് വേണ്ടി ചെയ്തു കൊടുത്തു. ഇതേ സമയം ഓർഫനേജിലാകട്ടെ മിയ സ്പെയിനിലേക്ക് ഒരു വെക്കേഷൻ ട്രാവൽ പ്ലാൻ ചെയ്യുന്നു എന്ന് ഓർഫനേജിലെ ആർക്കും തന്നെ അറിവുണ്ടായിരുന്നില്ല. ആകെ അത് അറിയുന്നത് ഓർഫനേജിൽ അവളുടെ സുഹൃത്തായിട്ടുള്ള ചെറിയൊരു പെൺകുട്ടിക്ക് മാത്രമാണ്. സ്പെയിനിലേക്ക് മിയ വെറുതെ പോകുന്നതായിരുന്നില്ല. അവളുടെ ബയോളജിക്കൽ മദർ, ജന്മം നൽകിയ അമ്മ സ്പെയിനിൽ എവിടെയോ ആണുള്ളത് എന്നവൾ അതിനോടകം മനസ്സിലാക്കിയിരുന്നു. അവളുടെ അമ്മയാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന 10 പേരുടെ വിവരങ്ങൾ മിയ കണ്ടുപിടിക്കുകയും ചെയ്തു. അവിടെ ചെന്ന് തന്റെ യഥാർത്ഥ അമ്മയെ കണ്ടെത്തി ഒരു നോക്ക് നേരിൽ കാണുവാനാണ് അവളുടെ ഈ യാത്ര. അധികം വൈകാതെ താനും സ്പെയിനിലേക്കുണ്ട് എന്ന അർത്ഥത്തിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് തന്റെ പാസ്പോർട്ട് കോപ്പി മിയയ്ക്ക് കയ്യിൽ അയച്ചു കൊടുത്തു. മിയക്കും അതിലേറെ സന്തോഷം തോന്നിയിരുന്നു. അങ്ങനെ അവരിരുവരും ഒന്നിച്ച് സ്പെയിനിലേക്ക് പുറപ്പെടുകയാണ്. മിയ കൈലിനോട് പ്ലെയിനിനകത്ത് വെച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മിയയുടെ സംസാരം കേൾക്കുവാൻ കൈലിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഹെഡ്ഫോൺ എടുത്തു വെച്ച് മിയയെ മൈൻഡ് ചെയ്യാതെ കയ്യിലിരുന്നു. യാത്രയ്ക്കൊടുവിൽ ഇരുവരും സ്പെയിനിൽ എത്തിച്ചേരുകയാണ്. അവിടെ യാത്ര ചെയ്യുവാൻ മിയ ഒരു കാർ അറേഞ്ച് ചെയ്തിരുന്നു. പഴയ രീതിയിലുള്ള ഒരു വാനായിരുന്നു അത്. കൃത്യമായി പറഞ്ഞാൽ ഒരു ക്യാമ്പർ വാൻ സെറ്റപ്പിലുള്ളത്. അടുത്ത 10 ദിവസം അവർ അതിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത് എന്ന് മിയ കൈലിനോട് പറഞ്ഞു. പക്ഷേ കൈലിന് അതിലൊന്നും വലിയ താല്പര്യം തോന്നുന്നുണ്ടായിരുന്നില്ല. തൊട്ടു പിന്നാലെ കൈലാണിത് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മിയ കീയും കൈലിന് കൈമാറി. കൈലാകെ അസ്വസ്ഥനായിരുന്നു. പക്ഷേ മറ്റു വഴികളില്ല. കൈലിന് ഡ്രൈവ് ചെയ്തേ പറ്റൂ. തന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മിയ കൈലിനോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവൾക്ക് കാർ ഓടിക്കാൻ അറിയില്ല. അതോടെ കൈല വാൻ എടുത്ത് ഓടിച്ച് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാൻ ആരംഭിച്ചു. പക്ഷേ കൈല് വണ്ടി ഓടിക്കുന്നത് വളരെയധികം പതുക്കെയായിരുന്നു. ഒരു സൈക്കിളുകാരന് പോലും ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര സ്പീഡിൽ. അത് കണ്ട് മിയ കൈലിനെ കളിയാക്കുന്നുണ്ട്. പക്ഷേ കൈല് മിയയുടെ ആ കളിയാക്കലൊന്നും ഏറ്റുവാങ്ങിയില്ല. അവൻ ആ പതിയെ തന്നെ വാഹനം ഓടിക്കുന്നത് തുടർന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞതും മിയ പറഞ്ഞു, ഇങ്ങനെ പോയ 10 ദിവസവും ഈ റോട്ടിൽ തന്നെ തീരും. കുറച്ചും കൂടി വേഗത്തിൽ പോവാമോ? അതോടെ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും കൈലൽപ്പം വേഗത കൂട്ടുന്നുണ്ട്. പതിയെ പതിയാണെങ്കിലും കൈലിന്റെ ഡ്രൈവ് ചെയ്യാനുള്ള ട്രോമ ഇല്ലാതാകുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടതും തനിക്ക് വിശക്കുന്നു എന്ന് മിയ പറഞ്ഞു. അടുത്തുള്ള റെസ്റ്റോറന്റിൽ സ്റ്റോപ്പ് ചെയ്യാനും ആവശ്യപ്പെട്ടു. പക്ഷേ കൈലാകട്ടെ അത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതോടെ കൈലിനെ പ്രൊവോക്ക് ചെയ്യാൻ മിയ ശ്രമിക്കുകയാണ്. ഇരുവരും തമ്മിൽ ചെറിയ വാക്കുതർക്കവും ദേഷ്യപ്പെടലും ഉണ്ടായി. ഒടുവിൽ റെസ്റ്റോറന്റിലേക്കും അവർ എത്തിച്ചേർന്നു. അന്ന് യാഥാർത്ഥ്യത്തിൽ മിയയുടെ ബർത്ത്ഡേ ആയിരുന്നു. റെസ്റ്റോറന്റിനകത്തേക്ക് ആദ്യം കൈല് വരുന്നുണ്ടായിരുന്നില്ല. റെസ്റ്റോറന്റിനകത്തെത്തി തന്റെ ബർത്ത്ഡേ മിയ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു. അകത്തേക്ക് കയറി വന്ന കൈൽ അത് നോക്കിക്കണ്ടു. അവരുടെ റിലേഷൻഷിപ്പിൽ ആ സംഭവം ഒരു ടേണിംഗ് പോയിന്റായി മാറുകയായിരുന്നു. കൈലിന് പതിവില്ലാത്തവണ്ണം മിയയോടൊരു സഹതാപവും സ്നേഹവും ഒക്കെ തോന്നി. വീണ്ടും അവരുടെ യാത്ര തുടർന്നു. കൈല മിയയോട് സംസാരിക്കാൻ ആരംഭിച്ചു. എന്തിനാണ് മിയ ഒറ്റയ്ക്ക് സ്പെയിനിലേക്ക് വരാൻ തീരുമാനിച്ചത്? ഈ യാത്രയ്ക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നും കൈല് മിയയോട് തിരക്കി. മിയ സത്യങ്ങൾ കൈലിനോട് പറഞ്ഞു. പണ്ട് ഓർഫനേജിൽ എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയതാണ്. അമ്മയുടെ പേര് അവിടെ നിന്ന് കിട്ടി. അത് വെച്ച് അന്വേഷിച്ച് സ്പെയിനിലാണ് അവരുള്ളത് എന്നും ഞാൻ അറിഞ്ഞു. അതേ പേരുള്ള 10ഓളം ആളുകളെ ഞാനിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ 10 പേരിൽ ആരെങ്കിലും എന്റെ അമ്മയായിരിക്കും. എന്റെ ബയോളജിക്കൽ മദറിനെ കണ്ടെത്താനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
ചോദിക്കുന്നത്. മിയയുടെ ആ മറുപടി കൈലിനെ അല്പം അതിശയിപ്പിക്കുന്നതായിരുന്നു. എന്നിരുന്നാലും കൈല് മിയയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ ഒരു ക്യാമ്പിംഗ് സൈറ്റിൽ അവർ അവരുടെ വാൻ പാർക്ക് ചെയ്ത് ക്യാമ്പ് ചെയ്തു. അന്ന് രാത്രി മിയ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മിയയുടെ ഒരു ഡയറി കൈലിന്റെ അടുത്ത് കിട്ടി. കൈൽ ആ ഡയറി തുറന്നു. മിയ എത്രമാത്രം അവളുടെ ബയോളജിക്കൽ മദറിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിലെ ഓരോ പേജുകൾ മറിക്കും തോറും കൈലിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കൈലിന് മിയയോട് കൂടുതൽ സ്നേഹം തോന്നി. അടുത്ത ദിവസം പുലർച്ചെ മിയ ഉറക്കത്തിൽ നിന്നുണർന്ന് പതിവ് പോലെ തന്റെ മെഡിസിൻ കഴിച്ചു. നോക്കുമ്പോൾ കൈലിനെ അവിടെ കാണാനില്ല. കൈല് തന്നെ ഉപേക്ഷിച്ചു പോയോ എന്ന് വല്ലാത്തൊരു ഭീതി മിയക്കുള്ളിലേക്കെത്തി. അവിടെ മുഴുവൻ കൈലിനെ അവൾ തിരയാൻ ആരംഭിച്ചു. പെട്ടെന്നായിരുന്നു ഭക്ഷണവും മറ്റും വാങ്ങി കൈൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. കൈലിനെ കാണുന്നതും മിയക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട്. ഓടിച്ചെന്ന് അവൾ കൈലിനെ കെട്ടിപ്പിടിച്ചു. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഉപേക്ഷിച്ച് പോവാത്തതിന് കൈലിനോട് അവൾ നന്ദി പറയുകയും ചെയ്തു. വീണ്ടും അവർ യാത്ര തുടരുകയാണ്. യാത്രക്കിടയിലെ ചില സംഭവങ്ങളിൽപ്പെട്ട് മിയയുടെ വസ്ത്രത്തിൽ വല്ലാതെ അഴുക്കുപുരളുന്നുണ്ട്. കൈൽ അവൾക്കായി അതോടെ കുറച്ച് വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. ഓരോ സംഭവങ്ങൾ കൊണ്ടും അവർക്കിടയിലെ അടുപ്പം വല്ലാതെ വർദ്ധിക്കുന്നുണ്ടായിരുന്നു. തന്റെ ലിസ്റ്റിലുള്ള ഓരോ സ്ത്രീകളെയായി തന്റെ അമ്മയാണോ എന്നറിയുവാൻ മിയ നേരിൽ മീറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ആദ്യത്തെ 5 പേരെ കണ്ടിട്ടും അതിൽ മിയയ്ക്ക് തന്റെ അമ്മയെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മിയയെ അത് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട്. ഇതിനിടയിൽ നടന്ന ഓരോ സംഭവങ്ങൾ കൊണ്ട് കൈലിന് മിയയോട് പ്രണയം തോന്നാൻ ആരംഭിച്ചിരുന്നു. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുവാൻ കൈൽ ഒരുക്കമായിരുന്നില്ല. ഇതിനിടയിൽ മിയ സ്ഥിരം മരുന്ന് കഴിക്കുന്നത് കൈല് ശ്രദ്ധിച്ചിരുന്നു. ഇതെന്തിന്റെ ഗുളികയായി കഴിക്കുന്നേ എന്ന് കൈല് ചോദിച്ചപ്പോ അത് വിറ്റാമിൻ ഗുളികയാ, വേറൊന്നുമല്ല എന്നായിരുന്നു മിയ മറുപടി പറഞ്ഞത്. അവർ സംസാരിച്ചിരിക്കെ മിയയുടെ ഡയറി താഴെ വീണു. കൈല് ഡയറി എടുത്തു കൊടുക്കാൻ വേണ്ടി കുനിന് ഡയറി എടുത്തതും അതിൽ നിന്ന് വീണ ഒരു ഫോട്ടോ അവന്റെ കയ്യിൽ ലഭിച്ചു. അത് നോഹയും മിയയും ഒന്നിച്ചുള്ള ഫോട്ടോ ആയിരുന്നു. തന്റെ കൂട്ടുകാരൻ നോഹ മിയയുടെ കൂടെ ഉണ്ടായിരുന്നു. മിയക്കവനെ അറിയാമായിരുന്നു എന്നറിഞ്ഞതും കൈല് വല്ലാതാകുന്നുണ്ട്. അതുവരേക്കും മിയ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിരുന്നുമില്ല. നോഹ മിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്ന് കൈല് തിരിച്ചറിയുന്നതോടെ കൈലാകെ കൂടുതൽ പരിഭ്രാന്തനാകുന്നു. താൻ കാരണമാണ് നോഹ കൊല്ലപ്പെട്ടത് എന്ന് ആദ്യം തൊട്ടേ കൈല് ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മിയ കൈലിനോട് സംസാരിച്ച് അവനെ സമാധാനിപ്പിച്ചു. നോഹ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെന്നും യാഥാർത്ഥ്യത്തിൽ സ്പെയിനിലേക്കുള്ള ഈ യാത്രയിൽ എന്റെ കൂടെ വരാമെന്ന് അവനാണ് പറഞ്ഞിരുന്നതെന്നും പക്ഷെ നിർഭാഗ്യവശാലാണ് അവൻ മരണപ്പെട്ടത് എന്നും മിയ കൈലിനോട് പറഞ്ഞു. വീണ്ടും അവരുടെ യാത്ര തുടർന്നു. അവർ ബീച്ചിൽ ഒന്നിച്ച സമയം ചെലവഴിച്ചു. രാത്രിയിൽ ബീച്ച് സൈഡിൽ അവർ ക്യാമ്പ് ചെയ്തു. അന്ന് രാത്രി സംസാരിക്കുമ്പോൾ നടന്ന അപകടത്തെപ്പറ്റിയും മറ്റും ഓർത്തെടുത്ത് കൈല് സംസാരിക്കാൻ തുടങ്ങി. നോഹ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നെന്നും തന്റെ മിസ്റ്റേക്ക് കാരണമാ നോഹ മരണപ്പെട്ടത് എന്നും കൈല് പറഞ്ഞു. തന്റെ മറ്റൊരു കൂട്ടുകാരൻ ജോഷാകട്ടെ അനങ്ങാൻ പറ്റാതെ നടക്കാൻ പറ്റാതെ ബെഡിലാണെന്നും അതിനും താനാ കാരണം എന്നും അവൻ കുറ്റബോധത്തോടെ ഓർത്തെടുത്തു. അപകടത്തിന്റെ ട്രോമ കൈലിന്റെ ഉള്ളിൽ എത്രത്തോളമുണ്ട് എന്ന് മിയ തിരിച്ചറിയുകയായിരുന്നു. കൈലിനെ മിയ ആശ്വസിപ്പിച്ചു, ചേർത്തു പിടിച്ചു. പക്ഷേ ഈ സമയം പെട്ടെന്ന് മിയ ബോധരഹിതയാവുകയാണ്. കൈലുടൻ മിയയെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടറെ കണ്ട് സംസാരിക്കുമ്പോ അത് വലിയ കാര്യമൊന്നുമില്ല, മിയയുടെ കണ്ടീഷന് നോർമലായിട്ടുള്ള സംഗതിയ എന്നായിരുന്നു ഡോക്ടർ കൈലിനോട് പറഞ്ഞത്. കൈലിനൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. വൈകാതെ മിയ ഡിസ്ചാർജുമായി. മിയ പുറത്തേക്ക് വന്നപ്പോ മിയക്കടുത്ത് കയ്യിൽ കാര്യം ചോദിച്ചു. എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ എന്നായിരുന്നു ആ ചോദ്യം. അന്ന് മിയ സത്യം പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ മിയയുടെ ഹൃദയത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അതിനു വേണ്ടിയാണ് മിയ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് കയ്യില് ടെൻഷനായാലോ എന്ന് കരുതിയ താനൊന്നും പറയാത്തത് എന്നും മിയ വ്യക്തമാക്കി. തനിക്കെന്തെങ്കിലും പറ്റുന്നതിനു മുമ്പേ അമ്മയെ കാണണമെന്ന ആഗ്രഹവും മിയ പങ്കുവെച്ചു. അവർ വീണ്ടും മിയയുടെ അമ്മയെ തേടി ബാക്കി ലിസ്റ്റിലുള്ള സ്ത്രീകളെ കാണാൻ യാത്ര തുടർന്നും പല സ്ത്രീകളുടെ അടുത്തും മിയയുടെ ലിസ്റ്റിലുള്ള പോലെ അവർ പോയെങ്കിലും അവരൊന്നും മിയയുടെ അമ്മയായിരുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ സ്ത്രീയുടെ അടുത്ത് വരെ അവരെത്തി. അതും മിയയുടെ അമ്മയല്ല എന്ന് മനസ്സിലായതും മിയ വല്ലാതെ നിരാശയിലാണ്ടു. തനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞ് മിയ അവിടെ നിന്ന് പോയി. കുറച്ചു സമയം കഴിഞ്ഞ് കൈല് മിയയെ വിളിക്കാൻ നോക്കിയെങ്കിലും മിയ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ കൈല് മിയയെ അന്വേഷിക്കാൻ ആരംഭിച്ചു. സ്പാനിഷ് അറിയാതെ കുറെ കഷ്ടപ്പെട്ടെങ്കിലും ഒടുവിൽ ഒരിടത്ത് തനിച്ചിരിക്കുകയായിരുന്ന മിയയെ കൈല് കണ്ടെത്തുന്നുണ്ട്. മിയയെയും കൂട്ടി കൈല് ഹോട്ടലിലെത്തി. മിയ സുഖമായി ഉറങ്ങി. രാത്രിയിൽ അവരൊന്നിച്ച് ഡിന്നർ കഴിക്കാനിരുന്നു. അമേരിക്കയിലേക്ക് തിരികെ പോകുന്നതിനു മുമ്പ് തന്റെ കൂടെ മനോഹരമായ ഒരിടത്ത് വരുമോ എന്ന് കൈല് മിയയോട് ചോദിച്ചു. അതിന് ഞാൻ അമേരിക്കയിലേക്ക് തിരികെ പോകുന്നില്ല, എന്റെ അമ്മയെ കണ്ടെത്തിയിട്ടേ പോവൂ എന്നായിരുന്നു മിയയുടെ മറുപടി. അതൊക്കെ കേട്ടതും കൈലിന് പെട്ടെന്ന് ദേഷ്യം വന്നു. മിയ എന്തിനിത്ര സ്റ്റെപ്പ് ഓൺ ആകുന്നേ?
ഒരിക്കൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ ആ സ്ത്രീ. അവരെ തിരഞ്ഞ് നീ നടന്നുകൊണ്ടേയിരിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവരെയൊന്നും നീ മൈൻഡ് ചെയ്യുകയോ കാണുകയോ ചെയ്യുന്നില്ലല്ലോ. അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. ദേഷ്യത്തിൽ കയ്യിൽ എഴുന്നേറ്റ് പോയി. ശേഷം മിയ അവിടെ ഇരുന്ന് കയ്യിലിന്റെ ഡ്രോയിങ് ബുക്ക് എടുത്തു നോക്കുകയാണ്. ആ സ്കെച്ച് ബുക്കിൽ നിന്നും അവന്റെ ട്രോമകളിൽ പലത്തിൽ നിന്നും സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൌണിൽ നിന്നും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മിയ തിരിച്ചറിഞ്ഞു. മിയ പിന്നാലെ എഴുന്നേറ്റ് കയ്യിലിന്റെ അടുത്തേക്ക് ചെന്നു. വഴക്കുണ്ടാക്കിയതിന് അവനോട് ക്ഷമ ചോദിച്ചു. ഒരു 3 ദിവസം കൂടി അമ്മയെപ്പറ്റി ഒന്നുകൂടി അന്വേഷിച്ച ശേഷം തിരിച്ചു പോകാം മിയ കൈലിനോട് പറഞ്ഞു. ആ ഒരു നിമിഷം പ്രശ്നങ്ങൾ മറന്ന് ഇരുവരും അടുക്കുകയും അവർക്കിടയിൽ ഒരു ചുംബനം സംഭവിക്കുകയും ചെയ്തു. മിയയുടെ അമ്മയെ കണ്ടെത്താൻ കൈല് ശ്രമിക്കാൻ ആരംഭിച്ചിരുന്നു. അടുത്ത ദിവസം കൈൽ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരവുമായി മിയയുടെ അടുത്തെത്തി. മിയ അന്വേഷിച്ചിരുന്ന ആളുടെ പേരിൽ ചെറിയ പ്രശ്നമുണ്ടെന്നും അത് ഓ എന്നാണ്, അല്ലാതെ മിയ ചിന്തിക്കും പോലെ എ എന്നല്ല എന്നും കൈൽ അവളോട് പറഞ്ഞു. അത്തരത്തിൽ അന്വേഷിച്ച് കിട്ടിയ ഒരേ ഒരാളുടെ അഡ്രസ്സിലേക്ക് അങ്ങനെ കൈലും മിയയും പോവാൻ തീരുമാനിക്കുന്നു. അത് മിയയുടെ അമ്മയായിരിക്കും എന്ന് കൈലിന് ഏറെക്കുറെ ഉറപ്പുണ്ടായിരുന്നു. അവർ തങ്ങളുടെ യാത്ര തുടങ്ങി. സന്തോഷത്തോടെ സംസാരിച്ച് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇത്തവണ യാത്രാമധ്യേ പെട്ടെന്ന് മിയക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. കൈല് മിയയെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് ഡോക്ടറിൽ നിന്ന് കയ്യിലൊരു കാര്യം അറിയുകയാണ്. മിയയുടെ അവസ്ഥ വളരെയധികം മോശമാണ്. എത്രയും വേഗം അവൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. ശസ്ത്രക്രിയയിൽ ജീവിക്കാനും മരണപ്പെടാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും അവളെ രക്ഷപ്പെടുത്താൻ അവശേഷിക്കുന്ന ഒരേ ഒരു വഴി അതുമാത്രമാണ്. അവളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എത്രയും വേഗം സർജറി നടത്താം എന്ന് കയ്യിൽ പറഞ്ഞെങ്കിലും വിമാനത്തിൽ അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ഡോക്ടർ അവനെ അറിയിച്ചത്. ഏറെ ദുഃഖത്തോടെ കൈലുമിയയുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. അവളോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും അവളുടെ ഹാർട്ടിന്റെ കണ്ടീഷനെ പറ്റിയും പറഞ്ഞു. പക്ഷേ തന്റെ യഥാർത്ഥ അമ്മയെ കാണാതെ സർജറിക്ക് താൻ തയ്യാറല്ല എന്നായിരുന്നു മിയ പറഞ്ഞത്. അമ്മയെ കാണാതെ മരണപ്പെടുമോ എന്ന ആശങ്ക മിയക്കുണ്ടായിരുന്നു. കൈലിനെ അത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. മിയക്ക് വല്ലതും പറ്റുമോ എന്ന് അവനേറെ ആശങ്കപ്പെട്ടിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞ് മിയയോട് കയർത്തി അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അവിടെ പാഞ്ഞു പോകുന്ന ആംബുലൻസിന്റെ സൗണ്ടും മറ്റും പഴയ അപകടത്തിന്റെ ട്രോമകൾ അവന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അന്ന് നടന്ന അപകടത്തിന്റെ ഓർമ്മ പെട്ടെന്ന് അവന്റെ ഉള്ളിലേക്ക് വന്നു. കൈല് ഡ്രൈവ് ചെയ്യുകയായിരുന്നു. കൂട്ടുകാരൻ ആ സമയം അവന്റെ ഫോണിൽ വീഡിയോ കണ്ടിരുന്നത് കൈലിനെ കാണിച്ചു. അതിൽ ശ്രദ്ധ തെറ്റിയായിരുന്നു അപകടം സംഭവിച്ചത്. ഓർമ്മ വന്ന കൈല് നേരെ ജോഷിനെ വിളിച്ചു. അന്ന് നടന്ന കാര്യങ്ങൾ തനിക്ക് ഓർമ്മ വന്നെന്നും ഇങ്ങനൊക്കെയല്ലേ സംഭവിച്ചത്, അന്ന് നീ വീഡിയോ കാണാൻ നിർബന്ധിച്ചില്ലായിരുന്നേ, ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് കൈല് പറഞ്ഞു. തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ജോഷ് ഒഴിഞ്ഞു മാറിയില്ല. തന്റെ തെറ്റ് ജോഷ് സമ്മതിച്ചു. തന്റെ തെറ്റുകൊണ്ട് മാത്രമല്ല അപകടം സംഭവിച്ചതെന്നത് കൈലിന് ആശ്വാസം നൽകുന്നതായിരുന്നു. ഒപ്പം ജോഷ് വേദനിക്കാതിരിക്കാൻ കൈല് പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാം ഓക്കെയാകും എന്ന് പറഞ്ഞ് ജോഷിനെ അവൻ ആശ്വസിപ്പിച്ചു. കൈല് പിന്നാലെ മിയയുടെ അടുത്തേക്ക് ചെന്നു. മനസ്സ് തുറന്ന് മിയയോട് സംസാരിച്ചു. എന്തു തന്നെയാണെങ്കിലും അവളുടെ കൂടെ താനുണ്ടാകുമെന്നും ഓപ്പറേഷന് മുമ്പും ശേഷവും ജീവിതം മുഴുവനും അവളുടെ കൂടെ താനുണ്ടാകും എന്നും കൈല് പറഞ്ഞു. ഓപ്പറേഷന് മുമ്പ് തന്നെ മിയയെ അവളുടെ അമ്മയ്ക്കടുത്തേക്ക് കൊണ്ടുപോകാൻ കൈല് തീരുമാനിച്ചു. ആ ഒരു നിമിഷത്തിൽ അവരിരുവരും പരസ്പരം അവരുടെ പ്രണയം തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് കൈല് മിയയെ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് ഒടുവിൽ അവർ കണ്ടെത്തിയിരുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് മിയയുമായി കയ്യിൽ എത്തിച്ചേർന്നു. അത് യാഥാർത്ഥ്യത്തിൽ മിയയുടെ ബയോളജിക്കൽ മദർ തന്നെയായിരുന്നു. മിയ അമ്മയുമായി സംസാരിച്ചു. തന്നെ വിട്ടപ്പോൾ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ തെളിവായി കാണിച്ച് താൻ ആരാണെന്ന് അമ്മയോട് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം തന്റെ മകളെ കണ്ട ആ അമ്മ മിയയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു കൂടിച്ചേരലായിരുന്നു അത്. തിരിച്ചു വരുന്ന വഴിയിൽ മിയക്കേറെ ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു സ്ഥലത്ത് കൈലും മിയയും നിന്നു. കുറച്ചുനേരം സംസാരിച്ച് അവരൊന്നിച്ച് അവിടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് മിയക്ക് വല്ലായ്മ അനുഭവപ്പെട്ടു. കൈലുടൻ തന്നെ മിയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എമർജൻസിയായി മിയയുടെ ഓപ്പറേഷനും നടന്നു. മിയക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയിൽ കൈൽ ഓരോ നിമിഷവും ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ ചിലവഴിച്ചു. പതിയെയാണെങ്കിലും മിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കൈലും മിയയും അമേരിക്കയിലേക്ക് തിരികെ എത്തി. അവർ സ്പെയിനിൽ സഞ്ചരിച്ച ആ വണ്ടി കൈല് വില കൊടുത്തു വാങ്ങി അമേരിക്കയിലേക്ക് എത്തിച്ചിരുന്നു. മിയയും കൈലും സന്തോഷത്തോടെ ജീവിക്കുമെന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.